ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നല്ലേ നിങ്ങൾക്ക് ഇത് വെറൈറ്റി ആണോ എന്നറിയില്ല, പക്ഷേ എനിക്കിത് വെറൈറ്റി തന്നെയാണ് കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സ് ആണ്. നമ്മളവിടെ ഇതിന് പറയല് ചക്കരക്കിഴങ്ങ് എന്നാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ചില സ്ഥലത്തൊക്കെ ഇതിനെ മധുരക്കിഴങ്ങ് എന്നാണ് പറയല്. ഈ ചിപ്സിന്റെ മെയിൻ ഹൈലൈറ്റ് പ്രത്യേകിച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ എടുത്തിട്ട് അതിനെ കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. എന്താ അറിയില്ല, ഒരു പച്ച കളർ ഉണ്ട്, അത് എത്ര പീൽ ചെയ്തിട്ടും പോണില്ല. പിന്നെ ഞാനിവിടെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ റൗണ്ടിലും കട്ട് ചെയ്യാം, പക്ഷെ എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് നീളത്തിലുള്ള ചിപ്സ് തന്നെയാണ്. പിന്നെ ഗൈസ്, ഇത് മുറിക്കാൻ കുറച്ച് പാടൊന്നുമില്ല കേട്ടോ. നമുക്ക് ആദ്യം ഇങ്ങനെ മുറിക്കുമ്പോൾ തോന്നും നല്ല രസമുണ്ടല്ലോ എന്ന്. പക്ഷേ കുറച്ച് മുറിച്ച് ഇങ്ങോട്ട് റെഡി ആവുമ്പോൾ കളി അങ്ങോട്ട് മാറും. എന്നാൽ നമുക്ക് തന്നെ തോന്നും ഹൈ ഇതെന്താ അത് കഴിയണില്ലല്ലോ എന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഉണ്ടാക്കാൻ നിൽക്കണവരാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരാളെയും കൂടി കൂട്ടിന് വിളിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ കൈപ്പലക ഇളകി പായും ഗൈസ്. ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊരു പ്ലേറ്റ് നിറയെ ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു സ്വീറ്റ് പൊട്ടാറ്റോ തന്നെയാണ് ഈ പ്ലേറ്റ് നിറയെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി, ഇവനൊന്ന് മസാല തേച്ച് കുട്ടപ്പനാക്കണം. ഗരം മസാല ഒഴികെ ബാക്കിയുള്ള എല്ലാ മസാലാസും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ മല്ലിപ്പൊടി ഒഴികെ ബാക്കി എല്ലാതും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആണ് ഇട്ടിട്ടുള്ളത്. അറ്റ് ലാസ്റ്റ് നമ്മൾ കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. പിന്നെ വെരലോണ്ടൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് എസ്തറ്റിക് ഒക്കെ ആക്കാൻ നോക്കിയിട്ടുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ രണ്ട് ടൈപ്പാണ് നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. ഒന്ന് ഇത് മസാല തേച്ച് വെച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതും, അതേപോലെ തന്നെ മസാല തേച്ചിട്ട് നേരെ ഉണ്ടാക്കി നോക്കിയതുമാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇതിൽ ഒന്നും കൂടി ഇഷ്ടമായത് നമ്മൾ നേരെ മസാല തേച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഫ്രിഡ്ജിൽ ആരും വെക്കണ്ട, റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് കേട്ടോ. അപ്പൊ അതിന്റെ ടേസ്റ്റ് കുറച്ച് കുറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നത് അടുപ്പത്താണ്, കാരണം ഇതിന്റെ പോരാളി കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചൂടിലാണ്. കുക്കിംഗ് വീഡിയോ കൊണ്ട് ഉമ്മാന്റെ ഗ്യാസ് തീർന്നത് മറിയണില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഓലക്കൊടി മടലും കത്തിച്ചിട്ട് അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഐസ് ഇത് അടുപ്പാണ്, അപ്പൊ നമ്മൾ എപ്പോഴും തീ ശ്രദ്ധിക്കണം കേട്ടോ. മറ്റേപോലെ ഇങ്ങനെ കുറക്കാനും കൂട്ടാനൊന്നും പറ്റൂല. അപ്പൊ കരിഞ്ഞു പോയ 5 കൈക്കുണ്ടാവില്ല. അപ്പൊ ഇത് ഏതായാലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കോരി മാറ്റി വെക്കട്ടോ. ഏകദേശം ഈ ഒരു കളറാവും. ഇതാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ സ്നാക്ക്. അടിപൊളി ക്രിസ്പി ആണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്